വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? അപ്പോൾ വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പോഴാണ് കസിൻസ് എല്ലാവരും കൂടിയിട്ട് സിനിമ കാണാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ സിനിമ കാണാൻ പോവുകയാണ് കേട്ടോ. പഴയന്നൂർ ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടുക എന്ന് പറഞ്ഞത്. അങ്ങനെ 3 എണ്ണത്തിനെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഷാഡോസിലാണ് ഞങ്ങൾ സിനിമ കാണാൻ പോണത്. അങ്ങനെ കുറച്ച് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്, വീഡിയോസൊക്കെ എടുത്തു. ഇനി ടിക്കറ്റ് എടുക്കണം. പക്ഷേ 10:15 ഷോ. ഞങ്ങൾ 9:45 തന്നെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. എങ്ങാനും ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി. ആലപ്പുഴ ജിംഖാനയ്ക്കാണ് കയറിയത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മാംഗോ ഐസ്ക്രീമൊക്കെ ഞങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 12:45 സിനിമയൊക്കെ കഴിഞ്ഞു. വലിയ കുഴപ്പമില്ലാത്ത, അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിശന്നിട്ട് അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എന്തോ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഹാഫ് ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച്. ആസ് യൂഷ്വൽ ഞങ്ങൾ 4 പേരും ഓരോ ഹാഫ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്ക്. പിന്നെ നല്ല വിശപ്പായ കാരണം എല്ലാം കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു തുണിക്കടയിലേക്ക് പോയി. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ ധാവണിയൊക്കെ സെറ്റൊക്കെ നോക്കുന്നുണ്ട്. അടുത്ത കൊല്ലത്തേക്ക് കസിൻ്റെ കല്യാണം വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ അതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് 4 സോഡാ സർബത്ത് വാങ്ങി കുടിച്ചു. സോഡാ സർബത്ത് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും കുറേ എന്തൊക്കെയോ കത്തിയൊക്കെ അടിക്കുന്നുണ്ട്, കടേനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്, എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേര് സോഡാ സർബത്തൊക്കെ കുടിച്ച് ചില്ലായിട്ടിരിക്കുകയാണ്. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു 3:45 സമയത്ത് ആനമല പറഞ്ഞൊരു ഹോം സ്റ്റേ ഉണ്ട് തിരുവില്ലാമല, അവിടേക്ക് പോയി. നല്ല വെയിലായിരുന്നു കേട്ടോ അവിടെ. ഒരാൾക്ക് ടിക്കറ്റിന് 20 രൂപയാണ്, അഡൾട്ടിന് 20 രൂപയാണ്. എൻ്റെ കൂടെയുള്ള ആ 2 കുട്ടികളെ കണ്ടിട്ട് അഡൾട്ടാണോ കുട്ടിയാണോ എന്ന് അവിടുത്തെ ടിക്കറ്റ് എടുക്കണ ചേട്ടന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് ഫുൾ ചുറ്റിക്കറങ്ങി നടന്നു. എന്തായാലും 20 രൂപയ്ക്ക് വെർത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. കുറേ ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല വൈബായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഞങ്ങൾ തമാശകളൊക്കെ പറഞ്ഞിട്ടും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കുറേ സമയം പോയി. അങ്ങനെ ഞങ്ങൾ ആനമല ഹോം സ്റ്റേക്ക് കുറേ ചുറ്റിക്കണ്ടു. തൊട്ടപ്പുറത്ത് തന്നെ ഇങ്ങനെ പോൾട്രി ഫാമൊക്കെ ഉണ്ടായിരുന്നു. ധാരാളം വെറൈറ്റി ആയിട്ടുള്ള കോഴികളും ലവ് ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ധാരാളം ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ കുറേ പ്രീ വെഡ്ഡിങ്ങും വെഡ്ഡിങ്ങൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു റെഡ് കളറുള്ള റൂമാണ് കേട്ടോ. അവിടെ വെച്ചിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഈ സൈക്കിളിൻ്റെ അവിടെ വെച്ചിട്ടും കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. അവർക്കുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് 150 രൂപയാണ്. ആ 150 രൂപയിൽ എല്ലാം ഉൾപ്പെടും. അവർക്ക് എൻട്രി ഫീസും അതേപോലെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക. അതേപോലെ ടോയ് ട്രെയിൻ ഉണ്ട്. ആ ടോയ് ട്രെയിനിൽ അഡൾട്ടിന് 30 രൂപയാണ്. കുട്ടികൾക്ക് ഈ 150 രൂപയിൽ എല്ലാം ഉൾപ്പെടും. അങ്ങനെ ധാരാളം പൂക്കളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങളിങ്ങനെ ചുറ്റിയടിച്ച് കണ്ടു. അങ്ങനെ നടന്നിട്ട് കുറേ കാലൊക്കെ കഴിച്ചു. അങ്ങനെ എൻ്റെ കൂടെയുള്ള ആൾ ഫോട്ടോ ഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല, കുറേ പ്രഹസനങ്ങൾ. അങ്ങനെ ഞങ്ങൾ ക്ഷീണിച്ചിട്ട് ഓരോ കാണുന്ന സ്ഥലത്തൊക്കെ പോയിരിക്കാൻ തുടങ്ങി. വേറൊരു പണിയില്ലല്ലോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരേനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ടോയ് ട്രെയിനാണ് ആ ഷെഡിൽ കിടക്കണത്, പക്ഷെ അത് ഇതുവരെ എടുത്തിട്ടില്ല. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂളിലേക്ക് പക്ഷേ ഞങ്ങൾക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. 1 മണിക്കൂറിന് 150 രൂപ എത്രയൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പം ഞങ്ങളെന്തായാലും വേറെ ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് സ്വിമ്മിംഗ് പൂളിലേക്കൊന്നും പോയില്ല. അതേപോലെ 4 to 6 മണി വരെ സ്വിമ്മിംഗ് പൂള് ക്ലോസ് ആയിരിക്കും. കാരണം തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾ അവിടെ സ്വിമ്മിങ് പ്രാക്ടീസിന് വരുന്നുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് ധാരാളം കുട്ടികൾ അവിടെ പ്രാക്ടീസിന് അല്ലെങ്കിൽ സ്വിമ്മിങ് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 6 മണി വരെ അത് ക്ലോസ് ആയിരിക്കും. പിന്നെ വൈകുന്നേരം ഒരു 7 മണി തൊട്ടായിരിക്കും ഇവിടെ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ ഈ കാണുന്നതാണ് TK നായർ സ്മാരകം എന്ന് പറയണത്. തിരുവില്ലാമലയിൽ ജനിച്ച കൊച്ചിയിലത്തെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ആളുടെ സ്മാരകമാണത്. അങ്ങനെ ഞങ്ങൾ കുറേ ചുറ്റി കണ്ടിട്ട് കുറേ
ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴേക്കും ഞങ്ങൾ പോവാറാവുമ്പോഴാണ് ടോയ് ട്രെയിന് തുടങ്ങിയത്. ഞങ്ങൾക്ക് അതിൽ കയറാൻ പറ്റിയില്ല. അഡൾട്ടിന് 30 രൂപയാണ് ഇതിൽ കയറാൻ. പാട്ടൊക്കെ വെച്ചിട്ടാണ് പോണത്. ഇതാണ് ഫിഷ് സ്പാ, അതായത് മീനൊക്കെ കാലിലിങ്ങനെ കടിക്കൂലേ അത്. എവിടെ പോയാലും ഫുഡ് മുഖ്യമെന്ന് പറയണ പോലെ ക്ഷീണിച്ചിട്ട് ഞങ്ങൾ ലേസും ചായയും പോപ്കോണൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ ലാസ്റ്റ് തിരിച്ചു പോയി.